ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ കുടുംബാംഗങ്ങൾക്കും വലിയൊരു നമസ്കാരം ഞാൻ ആദ്യമേ പറയുന്നു. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇറങ്ങിയിട്ട് ഏകദേശം 1 വർഷമാവുന്നു. മറ്റൊന്നുമല്ല, ഐഫോണാണ്. ഐഫോൺ 15 Pro Max. അതിൻ്റെ കൂടെ ഒരു അഡാപ്റ്റർ കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. ഈ അഡാപ്റ്റർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഐഫോൺ വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് അഡാപ്റ്റർ കിട്ടത്തില്ല. അഡാപ്റ്റർ ഞങ്ങൾ രണ്ടാമത് ഓർഡർ ചെയ്തതാണ്. ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. 256 GB 256 GB കളറെന്ന് പറയുന്നത് ബ്ലാക്ക് ടൈറ്റാനിയമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിതുവരെ ഓപ്പൺ ചെയ്തിട്ടില്ല. ഇത് ഞാൻ അതിനു മുമ്പായിട്ട് ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഇത് വാങ്ങിയത് ഞാൻ ദുബായ് മാളിൽ നമ്മുടെ ആപ്പിളിൻ്റെ സ്റ്റോറിൽ നിന്നിട്ടാണ് ഇത് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പം അത്യാവശ്യം ഡ്യൂപ്ലിക്കേറ്റ് ഒന്നും ആവാൻ സാധ്യതയില്ല എന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് ഓരോന്നായിട്ടൊന്ന് ഓപ്പൺ ചെയ്യാം. ഓൾറെഡി കമ്പനി ലേബൽ ഇതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട്, പൊട്ടിക്കേണ്ട സ്ഥലം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കൂടെ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുന്നു, താഴെയുന്നു. അങ്ങനെ നമ്മളിത് ഓപ്പൺ ചെയ്തു. ഇനി ഇതിനകത്ത് പ്രോഡക്റ്റ് കാണാം അല്ലേ? ആഹാ, സംഭവം കൊള്ളാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ടൈറ്റാനിയം ബ്ലാക്ക് ആണ്. ഇതിപ്പോൾ തൽക്കാലം ഇങ്ങോട്ട് വെക്കാം. ഇത് നോക്കിയേ, സംഭവം കൊള്ളാം അല്ലേ? അടിപൊളി കളർ, നല്ല സൂപ്പർ കളറായിട്ടുണ്ട്. ഇപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ പഴയ മൊബൈൽ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് 13 Pro Max. അത് 512 ആണ്, GB കൂടുതലുണ്ട്. ഇതിനകത്ത് GB കുറവാണ്. അത്യാവശ്യം എനിക്ക് തോന്നുന്നു നല്ല നിലയിലൊക്കെ വീഡിയോ എടുക്കാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി തന്നെയല്ല ഈ ഒരു മൊബൈൽ, ഞാൻ ആദ്യമേ തന്നെ പറയട്ടെ, ഇത് എനിക്ക് വേണ്ടി വാങ്ങിച്ച മൊബൈലല്ല, എൻ്റെ വൈഫിന് വേണ്ടി വാങ്ങിച്ച മൊബൈലാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, എൻ്റെ വീഡിയോ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് മിക്സ് കണ്ടൻറ്റാണ്. അപ്പോൾ മിക്സ് കണ്ടൻറ്റിനകത്ത് സാധാരണ ട്രാവലും അതുപോലെ തന്നെ കുക്കിംഗ് വീഡിയോ ഒക്കെയാണ് വരാറുള്ളത്. അപ്പോൾ വൈഫിൻ്റെ കുക്കിംഗ് വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. സാധാരണ വിവോയുടെ മൊബൈലാണ് തോന്നുന്നല്ലേ? വിവോയുടെ ഒരു മൊബൈലാണ് വൈഫിൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ അതത്ര ക്ലാരിറ്റി ഉള്ള ഒരു മൊബൈലല്ല. തന്നെയല്ല, ഒരുപാട് സ്റ്റെബിലൈസേഷൻ കുറവ്. അതായത് ജസ്റ്റ് എങ്ങനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചാലും അതിങ്ങനെ ഭയങ്കരമായിട്ട് ഷെയ്ക്ക് ആവുന്നുണ്ട് ആ ഒരു മൊബൈൽ. അപ്പം ഐഫോൺ എടുത്തതിൻ്റെ മെയിൻ കാര്യങ്ങൾ 2 കാര്യങ്ങളാണ്. അതായത് ഒന്ന്, ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ സ്റ്റെബിലൈസേഷനാണ് മെയിനായിട്ടുള്ളത്. നമുക്കൊരു ട്രൈപോഡോ അല്ലെങ്കിൽ ഗിംബലോ ഇല്ലാതെ തന്നെ നല്ല രീതിയിൽ നമുക്ക് ഷേക്കില്ലാത്ത രീതിയിൽ വീഡിയോ എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ ഐഫോണിൻ്റെ വീഡിയോയുടെ ക്ലാരിറ്റി ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഏകദേശം നമ്മുടെ നാട്ടിലുള്ള യൂട്യൂബർമാരിൽ എനിക്ക് തോന്നുന്നു 90% ആൾക്കാരും ഉപയോഗിക്കുന്നത് ഐഫോണാണ്. അവരുടെ പൈസ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, ഇപ്പം എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിട്ട് ഞാൻ എടുത്തതല്ല, പൈസ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ ഇത് വാങ്ങുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞത് വലിയ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അതായത് സാധാരണ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു മൊബൈലിനകത്ത് നമ്മൾ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ, നമ്മൾ ഏതെങ്കിലും സോഷ്യൽ മീഡിയയിൽ, പ്രത്യേകിച്ച് യൂട്യൂബിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒക്കെ നമ്മൾ വീഡിയോ എടുത്തതിന് ശേഷം നമ്മൾ എഡിറ്റ് ചെയ്തിട്ടാണ് ഇടുന്നത്. അപ്പോൾ എഡിറ്റ് ചെയ്യുന്നതിനൊക്കെ നമ്മൾ സാധാരണ ചെയ്യുന്നത് എന്താ? വേറെ ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ വേറെ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഐഫോണിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, iMovie എന്ന് പറഞ്ഞ ഒരു ആപ്പുണ്ട്. അപ്പോൾ അത് നമ്മൾ എടുക്കുന്ന വീഡിയോയുടെ അതേ ക്ലാരിറ്റി തന്നെ അവർ നമുക്ക് റിസൾട്ട് തിരിച്ചു തരുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. നമ്മുടെ യാത്രയിലാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് വീഡിയോ എടുത്തിട്ട് നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റും. അപ്പം അതാണ് ശരിക്കും മെയിൻ. ഞാൻ വീണ്ടും പറയും, ഇപ്പം ഐഫോൺ എൻ്റെ കയ്യിൽ ഒരെണ്ണമായി. ഇപ്പം വീട്ടിലേക്ക് എന്താ പറയുക, കുക്കിംഗ് വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി ഞാൻ വാങ്ങിച്ചൊരു മൊബൈലാണ്. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, ഇത് എന്താ പറയുക, ഐഫോണിൻ്റെ മാഹാത്മ്യം കൊണ്ടോ ഒന്നും, ഐഫോൺ മാഹാത്മ്യം ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ഐഫോൺ നല്ല തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ കുറേ സെക്യൂരിറ്റി ഫീച്ചേഴ്സൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത്. എനിക്കതിനെക്കുറിച്ച് കാര്യമായിട്ട് അറിയില്ല, ഉണ്ടെന്നും ഇല്ലെന്നും ആൾക്കാർ പറയുന്നുണ്ട്. അതെന്തും ആയിക്കോട്ടെ. അപ്പോൾ മെയിനായിട്ട് ഈ ഒരു കുക്കിംഗ് വീഡിയോയ്ക്ക് വേണ്ടി മാത്രമായിട്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ വാങ്ങിച്ചതാണ്. അതെല്ലാവർക്കും അറിയാം എന്താണെന്നുള്ളത്. അല്ലാതെ ഒരു മൊബൈൽ കഴിഞ്ഞു അതിന് അടുത്തൊരു മൊബൈൽ വാങ്ങിക്കുമെന്നുള്ളതൊന്നുമല്ല, അങ്ങനെയല്ല ചിന്തിച്ചത്. അപ്പോൾ നമ്മുടെ ഈ ബോക്സിനകത്ത് ബാക്കി എന്തൊക്കെ സാധനങ്ങളാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നിലവിൽ ഇതിൻ്റെ പുറത്തേക്ക് ഒരു കവർ നമുക്ക് എടുക്കണ്ട അല്ലേ? എന്തായാലും ഇതിൻ്റെ പുറത്ത് സ്ക്രീൻ ഗാർഡ് ഒട്ടിച്ചതിന് ശേഷം എടുത്താൽ മതി അല്ലേ? സ്ക്രാച്ച് ആവത്തില്ല. അപ്പോൾ എന്തായാലും ഇതിൻ്റെ കളർ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഇപ്പോൾ മൊബൈൽ എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞില്ല 13 Pro Max ആണെങ്കിൽ പോലും അതൊരു ബ്ലൂ കളറാണ്. ഇതൊരു ഫുള്ള് ബ്ലാക്ക്, ഒരു ഡെഡ് ബ്ലാക്ക് ആണ്. കണ്ടോ? കൊള്ളാം. അത്യാവശ്യം ഏകദേശം 13 തന്നെ അതേ മോഡൽ, അത് തന്നെ വലിയ വ്യത്യാസമില്ല. ക്യാമറ ഷേപ്പും കാര്യങ്ങളൊക്കെ ഇത് തന്നെയാണ്. അപ്പോൾ ഈ കവറിനകത്ത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം.
അല്ല ടോപ്പിലെ കവർ നമ്മൾ എടുത്ത് മാറ്റി അതിവിടെ തൽക്കാലം ഇങ്ങോട്ട് വെക്കാം അല്ലേ. വെച്ചതിന് ശേഷം അടുത്തത് ഇതിനകത്ത് നമുക്ക് പവർ കൊടുക്കാനുള്ള അല്ലെങ്കിൽ ചാർജ് ചെയ്യാനുള്ള കേബിളുണ്ട് ഇതിനകത്ത്. ഓക്കെ, അതിനുശേഷം അതും ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം. മാനുവലുണ്ട്. പിന്നെ നമ്മുടെ സിം കാർഡ് ഇടാനുള്ള ആ ഒരു പിന്നും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫോണിൻ്റെ ഒരു സ്റ്റിക്കറുണ്ട്. അത് നമുക്ക് എവിടെയെങ്കിലും യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. അങ്ങനെയുള്ളൊരു കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും കാര്യമാണ് നമ്മുടെ ഈ ഒരു ഐഫോണായിട്ട് നമ്മൾ വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ആകെ കിട്ടുന്നത് ഈ ഒരു ഐഫോണും ഈ ഒരു കേബിളും മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ ആപ്പിളിൻ്റെ തന്നെ ഒരു അഡാപ്റ്റർ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതും കൂടെ ജസ്റ്റ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് എന്തൊക്കെയാണ് കുറേ കാര്യങ്ങൾ ഇരിക്കുന്നുള്ളൂ. ഓക്കെ, ഇതിനകത്ത് മാനുവൽ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. മാറ്റി വെക്കാം. അതിനുശേഷം ഇതാണ് നമ്മുടെ അഡാപ്റ്റർ. ഇതിപ്പം എനിക്ക് തോന്നുന്നു 13 Pro Maxനകത്ത് ഉപയോഗിച്ചത് തന്നെ സെയിം എന്താ പറയുക അഡാപ്റ്ററാണ്. ഇത് നമുക്കിങ്ങനെ ഫോൾഡ് ചെയ്ത് ഉപയോഗിക്കാവുന്ന ടൈപ്പാണ്. അത് കണ്ട ഇങ്ങനെ ഫോൾഡ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കൊണ്ടുപോകണമെന്നുള്ള ബുദ്ധിമുട്ടില്ല. സാധാരണ എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, നമ്മുടെ പോക്കറ്റിലൊക്കെ കൊണ്ടുപോകാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. ഐഫോണൊക്കെ എനിക്കൊന്ന് സാധാരണപ്പെട്ട അല്ലെങ്കിൽ ഐഫോണിൻ്റെ ചാർജർ വരുന്നതൊക്കെ ഈ ഒരു ടൈപ്പാണ്. കണ്ടോ, ഇത് നമുക്കിങ്ങനെ ഈസി ആയിട്ട് നമുക്കിങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊണ്ടുപോകാം. പിന്നെ അതുപോലെ തന്നെ ഈ കേബിളും നമുക്കിതിനകത്ത് കറക്റ്റ് സി പോർട്ടാണ് കേട്ടോ. അതുപോലെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമുക്ക് iPhone 13 Pro Maxനകത്ത് നമ്മൾ സാധാരണ അല്ലാതെ ഐഫോണിൻ്റെ സാധാ പിന്നായിരുന്നു നമ്മൾ കൊടുക്കുന്നത്. പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നു 15 ഒക്കെ വന്നിട്ടുള്ളത് ഇതുപോലെ സി പോർട്ടാണ്. അപ്പോൾ സി പോർട്ട് ഒന്ന് ഇവിടെയും കൊടുത്തിട്ട് സെയിം അതിൻ്റെ ഓപ്പോസിറ്റിൽ തന്നെ സി പോർട്ടാണ്. അത് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ചാർജ് ആവും. ഫാസ്റ്റ് ചാർജിങ് ആണ് ആപ്പിളിൻ്റെ തന്നെ. ഇതിപ്പോൾ ഞാനിപ്പം അൺബോക്സ് ചെയ്തു. ഇനിയിപ്പോൾ എന്തായാലും ഇത് പോയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മൊബൈൽ കൊണ്ടുപോയിട്ട് ഇതിനകത്ത് നല്ല രീതിയിൽ നമുക്കൊരു കവർ വാങ്ങിക്കണം, ഒരു പ്രൊട്ടക്ഷൻ കവർ വാങ്ങിക്കണം. കാരണം നാട്ടിലെ കാര്യമല്ല, നമ്മൾ യൂസ് ചെയ്യുന്നതൊന്നും ആയിരിക്കത്തില്ല. നാട്ടിൽ പിള്ളേരൊക്കെ എടുത്തിട്ട് ചിലപ്പം താഴേക്ക് വീണ് പൊട്ടിക്കഴിഞ്ഞാൽ അറിയാമല്ലോ. അപ്പോൾ അതുണ്ടാവരുത്. പിന്നെ സ്ക്രീൻ ഗാർഡ് വാങ്ങിക്കണം, അത് വാങ്ങിക്കണം. പിന്നെ അതുപോലെ തന്നെ ഒരു ട്രൈപോഡ് വേണം അല്ലേ. ട്രൈപോഡ് ഞാൻ പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന തന്നെ കൊടുത്തു വിടാം അല്ലേ. ആ ട്രൈപോഡ് തന്നെ കൊടുത്തു വിടാം. നമുക്കൊരു ട്രൈപോഡ് വേണമെങ്കിൽ കാരണം വാങ്ങിക്കാൻ കുഴപ്പമില്ല. നിലവിലുള്ള ട്രൈപോഡ് നമുക്ക് കൊടുത്തു വിടാം. പിന്നെ എന്താണ് വേണ്ടുന്നത്? പിന്നെ ഒരു സ്റ്റാൻഡ്, സ്റ്റേബിളായിട്ടുള്ള സ്റ്റാൻഡ് കൂടെ വേണം അല്ലേ. എന്തെങ്കിലും അത്യാവശ്യമൊക്കെ കുക്ക് ചെയ്തതിന് ശേഷം എടുക്കാനുള്ളൊരു അതും കൂടെ നമുക്ക് വാങ്ങിക്കാം അല്ലേ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരോട് മറക്കരുത്. അതുപോലെ അടുത്ത ഒരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും